വെക്കാൻ പറ്റുമ്പോഴാണ് ഇന്ന് നമുക്ക് നമ്മളെ ക്രിക്കറ്റ് ഉണ്ടോ അനിയനാട്ടോ ബോളിങ് ഞാൻ ബാറ്റിംഗ് ആണ്. ഞാനിന്ന് ഫുൾ അമ്പയറാണ് ഗൈസ്. പേരനിയാ ഓ 4 അച്ചു 4 അടിച്ചു സൂപ്പർ 4 വിളിച്ചു ഗൈസ്. ഡെഡ് ബോളാണ് ഇതോ അനിയൻ എന്താണ് ഞാൻ നിനക്ക് ചമ്മടി ഉണ്ടോ? ഇതാ അടുത്ത ബോൾ പോയി. നല്ല ഊറ്റൻ സിക്സർ. ഊറ്റനല്ല വെറും സിക്സർ. എന്തായാലും സിക്സർ അടിച്ചു ഗൈസ്. 6 അടുത്ത 6 16 റൺസ് എടുത്തു സച്ചു. എത്ര ബോളായി 3 ബോളാണ് സച്ചു 16 റൺസ് എടുത്തു എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല എത്ര ബോളായെന്നൊന്നും. ഞാൻ അങ്ങനെ എണ്ണിയില്ല ഗൈസ്. സച്ചു അവിടെ നിൽക്കണു വായ നോക്കി. ഞാൻ എന്താ ഇങ്ങനെ അനിയനെ അറിയാൻ പോണ്. അനിയാ എറി എന്തൊരു സമയം പോലെയാണ്. ഈ അനിയനെ ഔട്ടാക്കാൻ അറിയില്ല കേട്ടോ ഗൈസ്. ഈ അനിയനെ ഔട്ടാക്കാൻ അറിയില്ല ഗൈസ്. എന്നാ ആക്കടോ. ഡെഡ് ബോൾ ഗൈസ്. ബോൾ കൂട്ടില്ല ഗൈസ്. ഡെഡ് ബോളാണ്. അടുത്ത ബോളിനുള്ള സമയം ഗൈസ്. അനിയനെറിഞ്ഞു. അത് ഒന്നും ആയില്ല. ഡോട്ട് ബോളാണ് ഗൈസ്. മാത്രമാണ് ഡോട്ട് ബോളിന് റെഡിയായി. അനിയനടുത്ത ബോളിന് റെഡിയായി. അനിയ സച്ചു ഒന്നും ആയില്ല. ഡോട്ട് ബോൾ തന്നെ വീണ്ടും. പറന്നു ബോള്. സച്ചു ലെഫ്റ്റ് ഹാൻഡ് വൈഡായി. 17 റൺസായി. വൈഡ് വിളിച്ചു അമ്പയർ ഗൈസ്. ഞാനിത് ഇവിടെ കൊണ്ടാ വെക്കാം. എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റാൻഡിലൊക്കെ വരുമോ നോക്കാം. ഓക്കെ ഗൈസ്. ജസ്റ്റ് ഇതാണ്. ഞാൻ തന്നെ വീഡിയോ എടുത്തോളാം ഗൈസ്. അതാണ് നല്ലത്. ഓക്കെ ഡെഡ് ബോളാണ് വീണ്ടും. അവന് 21 റൺസായി. അവനെന്നാ ബോള് 17 അവൻ 4 അടിച്ചു. അടുത്ത ബോൾ ലാസ്റ്റ് ബോളാണ്. അവിടെ ഡെഡ് ബോൾ. ആ ബോളും കൂട്ടില്ല. ബോള് അതും ഡെഡ് ബോൾ കൂട്ടില്ല. 22 റൺസായി സച്ചുവിന് ഗൈസ്. ഒരു റണ്ണും കൂടെ കിട്ടി. 3 ബോളും വൈഡ് ഇതായോണ്ട് ഡെഡ് ബോള്. അതും ഡെഡ് ബോളും വൈഡുമാണ്. ഇപ്പോൾ 2 റണ്ണാണ് അവന് കിട്ടിയത്. എന്നുവെച്ചാൽ എത്ര ഇവന് 24 റൺസായി. ഞാൻ മടിയാണ് എനിക്ക് കൂട്ടാൻ. അതിൻ്റെയാണ് ഗൈസ്. അതും ഡെഡ് ബോൾ. ഇത് എന്തൊരു ബോളിംഗ് അനിയത്. 25 റൺ. 2 കുത്തി. പിന്നെ എന്താ ഡെഡ് ബോൾ ആവില്ലേ? വീണ്ടും സച്ചുവിൻ്റെ പ്രശ്നം. ഡെഡ് ബോൾ കൂട്ടണ്ട. ഒരു ഓവറായി. 3 ഓവറാക്കിയിട്ടോ ഗൈസ് കളി. അത് ഔട്ടാണ് ഗൈസ്. അത് കാലിലാണ് തട്ടിയത് ഗൈസ്. ഔട്ടാണ് ഗൈസ്. അപ്പൊ ഇയാള് സമ്മതിക്കാറില്ല കേട്ടോ. അതും ഇതെല്ലാം അനിയൻ ഡെഡ് ബോളാണ് ഗൈസ്. അറിയണത് ഈ അനിയനെ ഔട്ടാക്കാനുള്ള കഴിവില്ലെന്ന് തോന്നുന്നു ഗൈസ്. അത് അവൻ ഔട്ടാക്കാൻ പറ്റില്ല. ഞാനും വേണമെങ്കിൽ കളിക്ക് കൂടാം ഗൈസ്. ഞാൻ ഇത് സാധനം എവിടെ വെക്കും നോക്കട്ടെ. ഇവിടെ വെക്കാല്ലേ ഗൈസ്. കാണാണ്ടല്ലോ. കൂടെ കൂടാം ഗൈസ്. ഞാൻ ഇവിടെ നോക്കാം. ആ ബോൾ സൂപ്പർ. അയ്യേ അത് 4 ആയി ഗൈസ്. 4
4 മാക്സിമം ഓവറാണ്. അപ്പോൾ 4 ഓവറാണെന്ന് ആക്കി. എനിക്കറിയില്ല എത്ര ഓവറാണെന്ന്. 36 റൺസ് എന്നാണ് പറയണത് ചെക്കൻ. എനിക്കറിയില്ല. 42 റണ്ണാണ്. ഇപ്പം ഹാഫ് സെഞ്ചുറി ഞാൻ ഔട്ടാക്കൂല. കഴിവില്ലാതെ ചിരകില്ല. അനിയനല്ല നിരാശ. കഴിവില്ല. അങ്ങനെ എൻ്റെ ബോളിങ് കഴിഞ്ഞു. ഇനി സച്ചുവിന് 46 ഗൈസ്. ഈ ഓവറും കൂടെ കഴിഞ്ഞാൽ സച്ചുവിന്റെ ബാറ്റിംഗ് കഴിഞ്ഞു. സച്ചുവിന് ഓൾമോസ്റ്റ് ഔട്ടായി. ഞാനൊന്നും കൂടെ ബോൾ ചെയ്യാൻ പോകും. ഇങ്ങനെ ഗൈസ് വിളിക്കാൻ എനിക്ക് മടിയാണ് ഗൈസ്. ഒരു വൈഡറിനൊന്നും പറഞ്ഞിട്ട് സമ്മതിക്കണില്ല ഗൈസ്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാൻ ബാറ്റ് ചെയ്യും. ആ ചിലപ്പോൾ ഇന്ന് സച്ചുവിൻ്റെ ബാറ്റിംഗ് ഗൈസ്. അത് കഴിഞ്ഞാൽ പറ്റില്ല ഗൈസ്. പാർട്ട് 2. ഗൈസ് അപ്പോൾ അനിയൻ്റെ ബാറ്റിംഗ് വേഗം തുടങ്ങണം. സമയം പോവാണ് ഗൈസ്. അനിയന് ബാറ്റിംഗ് ആയി. എത്ര റൺസ് സച്ചു വേണ്ട അനിയന് ജയിക്കാൻ? 50 റൺസ്. എനിക്കൊന്നും അറിയില്ല. എറിഞ്ഞോ സച്ചു എറിഞ്ഞോ. ഓ സിക്സർ. ഇവനൊന്ന് വേഗം ഔട്ടാക്കി കിട്ടണം ഗൈസ്. അതാണ് സച്ചുവിൻ്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞില്ല. നല്ല ഹൈറ്റ് ആയിരുന്നു അത്. ഓ 6 ആയി ഗൈസ്. പാർട്ട് 2 ഉണ്ടാക്കും ഗൈസ്.